ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻഷിര. നിഫ്റ്റിയുടെ ഇന്നത്തെ മാർക്കറ്റും ഡൗണിൽ തന്നെയായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 31 ഒക്ടോബറിലെ പെർഫോമൻസ് ആണ്. മോർണിംഗിൽ ഒരു അപ് ട്രെൻഡ് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കയറാൻ നോക്കി, പക്ഷേ അവിടുന്ന് മാർക്കറ്റ് ഡൗൺ ആണ് ഇറങ്ങുണ്ടായത്. ഫുൾ ഡൗണിലായിരുന്നു. നമുക്ക് മാർക്കറ്റ് ഒരു 10 മണിക്ക് ശേഷം മാർക്കറ്റ് നല്ലൊരു ഡൗൺ സൈഡ് പോയിട്ടുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ 122, 123 പോയിന്റ് ഡൗണിലാണ്. ഇപ്പോൾ ചെറുതായിട്ട് മാർക്കറ്റ് ഒരു ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് അപ് ട്രെൻഡ് കയറാൻ ശ്രമിച്ചെങ്കിലും നമ്മുടെ സോഫ്റ്റ് അവിടെ നമുക്ക് ബൈ ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിരുന്നത്. അവിടെ നിന്നൊരു നമുക്ക് മാർക്കറ്റ് ഇനിയും താഴ്ത്തിറങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെ അവിടെ ഇൻഡിക്കേഷൻ നമുക്ക് തന്നിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സോഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എൻട്രി കിട്ടും, എക്സിറ്റ് കിട്ടും, നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടും. അതേപോലെ റിവേഴ്സിൽ പോയിന്റ്, നമുക്ക് ഏത് പോയിന്റിൽ നിന്നാണ് നമുക്ക് റിവേഴ്സ് പോകുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫേക്ക് ആയിട്ട് പോകുന്ന അപ് ഡൗൺസ് നമുക്ക് തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റ് ട്രേഡ് എവിടെ എടുക്കണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതോടൊപ്പം നമുക്ക് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നമുക്ക് നേടാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ 26,100 കോൾ ഓപ്ഷൻ നല്ലൊരു അപ് ട്രെൻഡ് പോയിട്ട് മോർണിംഗിൽ തന്നെ നല്ല റിട്ടേൺ കിട്ടിയതാണ്. അപ്പം ഞാനിന്ന് 26,100 പുട്ട് ഓപ്ഷൻ ഞാൻ മോർണിംഗിൽ 10 o'clock, അതായത് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് 10 മണിക്ക് ശേഷം മാർക്കറ്റ് കയറി. അവിടെ നിന്ന് 231 ഒരു അപ് ട്രെൻഡിൽ കയറി 328 വരെ ഒറ്റ കയറ്റമായിരുന്നു മാർക്കറ്റ്. അപ്രോക്സിമേറ്റ് നമുക്കൊരു 11:15 മുമ്പ് നമുക്ക് മാർക്കറ്റ് നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. നല്ല ട്രേഡായിരുന്നു. ആദ്യം ആ 10 മണിക്ക് ശേഷമുള്ള ആ 1 മണിക്കൂർ അവിടുന്ന് നല്ലൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ മാർക്കറ്റ് നമുക്ക് നല്ലൊരു, അതായത് സൈഡ് വേസ് ആണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് വലിയൊരു അപ് ട്രെൻഡ്, പ്രീമിയത്തിന് വലിയൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് മാർക്കറ്റ് നമുക്ക് ചെറിയ റിട്ടേൺ തന്നിട്ടുണ്ട്, ഇല്ലായികയില്ല. പക്ഷെ നമുക്ക് ആ സെല്ല് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് എൻട്രി കിട്ടുക. അഥവാ ഒരു ട്രേഡ് എടുത്താലും നമുക്ക് റിവേഴ്സിൽ എവിടെ നിന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇന്നത്തെ രാവിലത്തെ ബൈ വലിയൊരു മാർക്കറ്റ് കയറിയില്ല. അവിടുന്ന് 5 മിനിറ്റ്സിൽ അവിടെ റിവേഴ്സ് പോയിട്ടുണ്ട്. കൺഫേം ആയതിനു ശേഷം റിവേഴ്സ് പോയി. പക്ഷേ 1 മിനിറ്റിൽ അവിടെ ചെറിയൊരു റിട്ടേൺ, ഒരു 40 പോയിന്റോളം മാർക്കറ്റ് കയറിയിട്ടുമുണ്ട്. 1 മിനിറ്റിൽ ആ ട്രേഡ് നല്ല റിട്ടേൺ ആയിരുന്നു. ചെറിയൊരു ട്രേഡ് മോർണിംഗിൽ 10 മണിക്ക് മുമ്പ് 2 ട്രേഡ് നമുക്ക് മിനിറ്റ് വൈസ് ചാർട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ എങ്ങനെയാണ് ട്രേഡ് എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ഇത്രയും നോക്കിയാൽ മതി. ഒരു സെൽ ഇൻഡിക്കേഷൻ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിൽ ഉണ്ടാവും. ടൈം, എൻട്രി പോയിന്റും ടാർഗറ്റ്. അപ്പോൾ ഇതിനകത്ത് സെല്ല് വന്ന് ഞാൻ റെഡ് നോക്കണം, ക്യാൻഡിൽ കളർ താഴെയും റെഡ് വരണം. കൺഫർമേഷൻ ലെവൽ കറക്റ്റ് ആക്റ്റീവ് ആണ്. അത് ഓക്കെ ആണെങ്കിൽ അവിടെ അടുത്ത ഞാൻ ട്രേഡ് എടുക്കാം. ഇവിടെ നമുക്ക് സെല്ല് വന്നപ്പോൾ ഓൾറെഡി റെഡും താഴെ ആയ ശേഷം ആ സിഗ്നൽ വന്നിരിക്കണം. അവിടുന്ന് ധൈര്യമായിട്ട് എടുക്കാം. അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. നല്ല റിട്ടേൺ ആയിരുന്നു. ആ മോർണിംഗിൽ ഒരു 11:15 മുമ്പ് തന്നെ ട്രേഡ് നമുക്ക് അവിടുന്ന് നല്ല റിട്ടേൺ കിട്ടിയിട്ടുമുണ്ട്. 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. 2 ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് 2 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല. 2 ടാർഗറ്റ് നമുക്ക് ഇപ്പോഴും മാർക്കറ്റ് ഡൗണിലേക്ക് തന്നെ ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ 26,853 ബ്രേക്ക് ചെയ്തതാണ്. അവിടെ നമ്മൾ പുട്ട് ഓപ്ഷൻ എടുത്തത് 26,100 ആണ്. അവിടെ നിന്ന് 231 ആ സിക്കിൽ അവിടെ ബൈ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് ഒറ്റയടിക്ക് അവിടുന്ന് മാർക്കറ്റ് കയറിപ്പോയി 328 വരെ പോയിട്ട് നല്ല റിട്ടേൺ ആയിരുന്നു. ഞാൻ ആ സമയത്ത് 1 മിനിറ്റും 5 മിനിറ്റ്സും രണ്ടും കൂടെ എടുത്തു വെക്കാറുണ്ട്. അപ്പോൾ 1ഉം 5ഉം കൂടെ മാക്സിമം മാറി നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 1ലെ ട്രേഡിങ് കാണിച്ചു തരാം. മോർണിംഗിൽ 1ൽ ആ സമയത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലൊരു ബൈ സൈഡ് വന്നു. അവിടുന്ന് മാർക്കറ്റ് കയറി ചെറിയ റിട്ടേൺ തന്നിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് സെല്ല് 10 മണിക്ക് ശേഷം തന്നു. അവിടുന്ന് സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിക്ക് താഴ്ത്തിറങ്ങി നല്ല റിട്ടേൺ ആയിരുന്നു. ആ ഒറ്റ ഒരു ഓൾമോസ്റ്റ് ഒരു 1 അവറിനുള്ളിൽ തന്നെ നമുക്ക് ആ നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പുട്ട് ഓപ്ഷൻ്റെ നമുക്ക് മിനിറ്റ് വൈസ് ചാർട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ട്രേഡ് കിട്ടുന്നതാണ്. ആദ്യത്തെ 1 മണിക്കൂർ തന്നെ നമുക്ക് നല്ല റിട്ടേൺ കിട്ടും. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് കറക്റ്റ് ട്രേഡ് എടുക്കാൻ പറ്റും. അതിലെവിടെ എക്സിറ്റ് ചെയ്യണം, എവിടെ നമുക്ക് എൻട്രി എടുക്കണം, അതേപോലെ റിവേഴ്സിൽ എവിടെയെന്ന് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ് കാണിച്ചു തരും. റിവേഴ്സ് പോയി കഴിഞ്ഞാലും നമുക്ക് ആക്ച്വലി അവിടെ എക്സ്ട്രാ കളർ വഴി നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ, അതായത് എവിടെ എക്സിറ്റ് ചെയ്യണമെന്ന് കറക്റ്റ് ലെവലുണ്ടാവും. ഇപ്പോൾ ഇന്നത്തെ 5 മിനിറ്റ്സിലെ ബൈ അവിടെ കൺഫർമേഷൻ ഉണ്ടായിരുന്നു. 5 മിനിറ്റ്സിൽ നോക്കിയപ്പോൾ കൺഫർമേഷൻ വന്നതിന് ശേഷം അവിടുന്ന് മാർക്കറ്റ് ഒരുപാട് കയറിയിട്ടില്ല. അവിടുന്ന് പിന്നെ മാർക്കറ്റ് ഇറങ്ങുകയാണ് ചെയ്ത്. അഥവാ നമ്മൾ ട്രേഡ് എടുത്താൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ കളർ ചേഞ്ച് വൈറ്റ് കളർ തന്നിട്ടുണ്ട്. അവിടെ എക്സിറ്റ് ലെവലിൽ നമുക്ക് സോഫ്റ്റ് അവിടെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എക്സിറ്റ് ചെയ്ത് വിടാവുന്നതാണ്. അതല്ലെങ്കിൽ 1ഉം 5ഉം കൂടെ മാറി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് റിവേഴ്സ് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇൻ കേസ് ട്രേഡ് എടുത്ത് ഒരുപാട് റിവേഴ്സ് പോകുന്നതിന് എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആ ട്രേഡ് നമുക്ക് ആക്ച്വലി മിനിറ്റ് വൈസും കൂടെ നോക്കുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.